ഇപ്പോൾ മഹാലാവണ്യ സേവതി അവിടെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യണം അവിടെ രണ്ട് വിസർഗം ഇല്ല. അപ്പോൾ ആ സേവതി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ശ്വാസം പെട്ടെന്ന് ബ്ലോക്കാവുക. അത് കുംഭകമാണ്. അപ്പോൾ ഞാൻ മുമ്പ് വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, സഹസ്രനാമം ചെല്ലുമ്പോൾ അതിന് ശരിക്ക് പ്രാണായാമം പ്രത്യേകിച്ച് കുംഭകം അവർ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ആചാര്യന്മാര് ക്ഷേത്രമായാലും ഇതുപോലുള്ള സ്തോത്രങ്ങളായാലും എല്ലാം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഭക്തി മാത്രമല്ല. അല്ലെങ്കിൽ ഈശ്വരന്റെ ആയിരം നാമം ചൊല്ലിയോട് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്നതോ രക്ഷിക്കുന്നതോ മാത്രമല്ല, ഈ നാമം ചൊല്ലുന്നതിലൂടെ നമ്മളിലുള്ള ശക്തി. ഇപ്പോൾ ഒരക്ഷരം ഉത്ഭവിക്കുന്നത് എഴുതുന്ന നമ്മളൊരക്ഷരം പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ അത് ആരംഭിക്കുന്നത് എഴുതുന്ന നാഭിയിൽ നിന്നാണ്. നാഭിയിൽ നിന്നാണ് പറയുന്നത്. 4 മാത്രകളായിട്ട് പരാ, പശ്ചന്തി, മധ്യമ, വൈഖരി. ശ്ലോകങ്ങളുണ്ട്. അപ്പോ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന ഒരു അല്ലെങ്കിൽ ദേവിയെ മാത്രം ആരാധിക്കുന്ന മന്ത്രം മാത്രമല്ല. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളായാലും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, ആൽമരത്തിന്റെ പ്രദക്ഷിണം, ഇതൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളത് ഭക്തിയിൽ മാത്രം ഒതുങ്ങി. അതുകൊണ്ടാണ് ഈ രീതിയിലേക്കൊന്നും നമ്മൾ കടക്കാതിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുക, പ്രാർത്ഥന നടത്തുക, നമ്മളെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. അത് കിട്ടിയാൽ ആവശ്യം നടന്നാൽ എന്തെങ്കിലും കൈക്കൂലി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിനപ്പുറം ഇവിടെ നേരത്തെ പറഞ്ഞ സമർപ്പണമാണ് വേണ്ടത്. ക്ഷേത്രത്തിലായാലും ഇതുപോലുള്ള നമ്മുടെ നാമ സമർപ്പണം ഒക്കെ അങ്ങനെയാണ് വേണ്ടത്, സമർപ്പിക്കാൻ വേണ്ടത്. ആ രീതിയിലേക്ക് എല്ലാവരും പോവുക. ബാക്കി തീരുമാനം